ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക, സ്വന്തം മോഹൻലാൽ, ഫഹദ് ഫാസിൽ, പിന്നെ കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ കൂടി ഒന്നിക്കുന്നൊരു സിനിമയാണ് പാട്രിയറ്റ്. അത് നമ്മുടെ മഹേഷ് നായരനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ട് നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും. ഇതാ വന്നിരിക്കുന്നു പുതിയ കുറേ ക്യാരക്ടർ പോസ്റ്റ്. ഓരോ പോസ്റ്റിലും ഒരു നിഗൂഢത ഇല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരുപക്ഷെ മഹേഷ് നാരായണൻ്റെ സിനിമ കരിയറിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ടൈം ഹിറ്റ് മൂവി ആവാൻ പോകുന്ന ഒരു സാധനം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ കാണാത്തൊരു പാക്കേജിലാണ് ഈ സിനിമ വരുന്നത്. നമ്മൾ ആ സിനിമയുടെ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ പോസ്റ്ററും ഭയങ്കര കൗതുകമാണ് ഇതിൻ്റെ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഇതെങ്ങനെയാണ് അവർ എടുത്ത് ചിന്തിച്ചെടുക്കുന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം വളരെ ഒരു മഹേഷ് നാരായണൻ ടച്ച് വരുമ്പോൾ ഒരു വല്ലാതെ ടച്ച് ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതിയായിട്ടും അദ്ദേഹം കഥ പറയുന്ന രീതിയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റോറീനൊക്കെ വളരെ സൂപ്പറായിട്ട് എടുക്കും. അതാണ് മഹേഷ് നാരായണൻ മാജിക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മളിപ്പോൾ തിയേറ്ററിൽ കണ്ട് കുറച്ച് നാളായി. ഒരു ക്ലാസ് മൂവിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ ഹിറ്റ് അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ പടത്തിലേക്ക് അദ്ദേഹം ചുവട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പടം പറയുന്നത് നമ്മുടെ കുഞ്ചാക്കോബനായിട്ട് തന്നെയാണ്. ഒരു ക്ലാസ് മൂവി ആയിരുന്നു. അതിനൊരുപാട് ക്രിട്ടിക്സൊക്കെ കിട്ടിയിരുന്നില്ല മൂവി. അത് നല്ല മൂവിയായിരുന്നു. മൂവിയുടെ പേര് ഞാൻ മറന്നു, എന്നാലും കിടുക്കാച്ചി മൂവി തന്നെയായിരുന്നു. ഞാൻ കണ്ടു, പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നമ്മുടെ അതിന് ശേഷം വരുന്നതാണ് ഈ പാട്രിയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് താരങ്ങളാണ്. ഇതിൽ ബിഗ് എംഎംസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൽ മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, എല്ലാവരും ഇപ്പോൾ പ്രൈമിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ വളരെ അവൻ്റെ പോപ്പുലാരിറ്റി ഒന്നുകൂടി ഹൈപ്പ് പിടിച്ച് നിർത്തുന്ന സമയമാണ്. കാരണം ഇപ്പോൾ മോഹൻലാലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തുടരുമായിട്ടുള്ള മറ്റ് സിനിമകളൊക്കെ ഇപ്പോൾ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയം. ഹൃദയപൂർവ്വമാണെങ്കിലും അത്യാവശ്യം ഒക്കെ ആയിട്ട് ഓടിയ പടമാണ്. പക്ഷേ മമ്മൂട്ടിയാണെങ്കിൽ ഇവിടെ കളങ്കാവലും അതും ഇതും പച്ചാക്കോടി ഇങ്ങനെ ടോപ്പിക്കിട്ട് നിൽക്കുന്ന സാധനം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു പടം ഇത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് നോക്കുമ്പോൾ മോഹൻലാൽ ഒരു ആർമി പേഴ്സണായിട്ട്, മമ്മൂട്ടി ഒരു ബ്യൂറോക്രാറ്റ്സ് ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ ലുക്കിൻ്റെ സംഭാഷണങ്ങളും അങ്ങനെ വെച്ചിട്ട്. പക്ഷേ ഇതിൽ ബാക്കി ഫഹദ് ഫാസിലും കുഞ്ചാക്കോബനും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റ് കാണുമ്പോഴും നോ വേ അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് സിനിമ കണ്ടാൽ മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ഈ സിനിമ ചിലപ്പോൾ ഇന്ത്യൻ സിനിമയുടെ വേറൊരു മുഖമായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം വേറെ എവിടെയും നടക്കാത്ത പല കാര്യങ്ങളും മലയാള സിനിമ നടക്കുന്നുണ്ട്. ഒന്നിച്ചൊരു ബിഗ് സ്റ്റാർസുകൾ ഒന്നിച്ച് കൂടുക, ഒന്നിച്ച് അഭിനയിക്കുക, ഒന്നിച്ച് ഹിറ്റടിക്കുക, അതൊക്കെ വേറെ വലിയ കാര്യമാണ്. മറ്റുള്ളവരുടെ പോലെയല്ല മലയാള ഇൻഡസ്ട്രി എന്ന് വീണ്ടും പ്രൂവ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഈ ഒരു സിനിമ വരുന്നതോടുകൂടി നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ആ ഒരു ഗ്രോസ് കളക്ഷൻ ഉണ്ടല്ലോ, ഒരു 350 കോടി, അത് മറന്നേക്ക് മക്കളെ. ഇവർ തൂക്കും. ഈ സിനിമ മൊത്തത്തിൽ അങ്ങ് ചെറിയൊരു പബ്ലിസിറ്റി, അതായത് ചെറിയൊരു ഓക്കേന്ന് കിട്ടിയാൽ മതി, ഈ സിനിമ അടിച്ച് കയറും. കാരണം മോഹൻലാലും മമ്മൂട്ടിയും ഇവർ സൂപ്പർ സ്റ്റാറുകളുടെ ഫാൻസെ കയറി കീഴാക്കിച്ച് വരും. കാരണം ഇതിന് മുമ്പ് നമ്മൾ കണ്ട് 2020 അത് വൻ ഹിറ്റായിരുന്നു. അപ്പോൾ അതിനെ വെല്ലുന്നൊരു ഹിറ്റായി മാറാൻ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കഴിയും എന്ന് പറയുന്നതിലേക്ക് വലിയ സംശയമുണ്ട്. കഴിയെന്ന് പറയുന്നതിനേക്കാളും ഈ സിനിമ മാറിക്കഴിഞ്ഞു. കാരണം ഇതിൻ്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു സിനിമ ഒരു കിടു സാധനമാണെന്നാണ്. കാരണം പോസ്റ്റർ കണ്ടിട്ട് തന്നെ നമ്മൾ കിടുക്കാഴ്ചയായിട്ട്, കാരണം അതിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ മമ്മൂട്ടി വെച്ചിട്ട് മറ്റേ മോഹൻലാൽ ഇവരൊക്കെ വെച്ചിട്ട് ആ ഒരു വ്യൂ കാണിച്ചിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക തരത്തിലാണ്. കാരണം ഈ സിനിമ എന്തോ ഒരു ഇന്ത്യൻ നമ്മുടെ ബ്യൂറോക്രാറ്റ്സോ ഇല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യൻ എംബസിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ട് കണക്റ്റഡ് ആയിട്ട്. കാരണം മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഭയങ്കര കിടുക്കാഴ്ചയാണ്. മോഹൻലാലാണെങ്കിലും സൂപ്പറായിട്ട് ആർമി പേഴ്സണൊക്കെ ആയിട്ട് പക്കാം. അപ്പോൾ ഇവർ രണ്ടും കൂടി എങ്ങനെയാണ് ഈ ചിലപ്പോൾ രാജ്യത്തിന് ഭീഷണിയാവുന്നൊരു കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ 4 ബിഗ് എംഎംസ് അല്ലെങ്കിൽ ഒരു 2 എംഎംസിന് വെച്ചിട്ട് പിന്നെ ഫഹദും ഇവരൊക്കെ ചേരുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി സിനിമയിൽ വർക്കൗട്ടാകും. എന്തായാലും വർക്കൗട്ടാകട്ടെ. മഹേഷ് നാരായണൻ്റെ കരിയറിൽ ഏറ്റവും വളരെ ബെസ്റ്റ് മൂവി ആവുമെന്ന് വരുന്നത് യാതൊരു സംശയമില്ല. എന്തായാലും ഇതിന് ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ വരുന്നവരെ ഞാൻ നിങ്ങളെപ്പോലെ വളരെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്തായാലും ആ അപ്ഡേറ്റൊക്കെ വരുമ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു.